ഇവളെ തട്ടി എറിയുന്ന കണ്ടപ്പോൾ ഞാൻ ആന മുമ്പിലോട്ട് ചാടിക്കൊടുത്ത. അന്നപ്പോൾ എന്നെ എടുത്ത് ചവിട്ടിയാണ് എങ്ങനെയൊന്നും അറിയാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. എന്നെ തട്ടി എറിഞ്ഞു കൊടുത്ത് എന്നെ തട്ടി എറിഞ്ഞ് അവളുടെ അടുത്തോട്ട് പിന്നെ ഞാൻ തിരിഞ്ഞു പോയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് കടുത്ത അനാസ്ഥ, ഉത്തരവാദിത്വമില്ലായ്മ, ഈ കാട്ടാനകളെ തുരത്തുന്നതിലും വന്യമൃഗങ്ങളുടെ ശല്യം ജനവാസ മേഖലയിലേക്ക് വരുന്നത് ഒഴിവാക്കുന്നതിലും ഉദ്യോഗസ്ഥന്മാർ കടുത്ത അനാസ്ഥ കാണിക്കുന്നുണ്ട്. ആ അനാസ്ഥയുടെ ഫലമാണ് ഇപ്പോൾ സീത എന്ന് പറയുന്ന പെൺകുട്ടി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടാൻ ഇടയായ സാഹചര്യമുണ്ടായത്. നമസ്കാരം. ഇന്നലെ ഇടുക്കി പീരുമേട്ടിൽ നിന്ന് വന്ന വാർത്തയാണ് ഇത്. വനവിഭവം ശേഖരിക്കാൻ കാട്ടിൽ പോയ ആദിവാസി സ്ത്രീ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു എന്നത് ഭർത്താവ് വിവരിക്കുന്ന ദൃശ്യമാണ് ഒന്ന്. തൊട്ടു പിന്നാലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം, വനം വകുപ്പിനും സർക്കാരിനുമെതിരെ. ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണം നമ്മളുടെ നാട്ടിൽ പലയിടത്തും നടക്കുന്നുണ്ട്, മരണവും സംഭവിക്കുന്നുണ്ട്. അതിൽ അനാസ്ഥയുണ്ടോ എന്നൊക്കെയുള്ളത് പലകുറി ചർച്ചയായിട്ടുള്ളതുമാണ്. എന്നാൽ ഇന്നലെ നടന്ന സംഭവത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് ഇന്നുണ്ടായിരിക്കുന്നു. സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിലല്ല, കൊലപാതകം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബിനു നിരീക്ഷണത്തിലാണ് പോലീസിന്റെ. ഗുരുതരമായി ശരീരമാസകലം പരുക്കേറ്റിട്ടുണ്ടെങ്കിലും കാട്ടാന ആക്രമിച്ചതല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. വിഷയത്തിൽ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ, ഒപ്പം വിദഗ്ധരുടെ വിശകലനങ്ങൾ ഇന്ന് ന്യൂസ് ഈവനിങ്ങിൽ ഉണ്ട്. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് വിശകലനം നടത്തുന്നതിന് വേണ്ടി ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് SP, ഒപ്പം ഡോക്ടർ PN സന്ദീപ്, ക്രിമിനോളജിസ്റ്റ് എന്നിവർ തത്സമയം അതിഥികളായി ന്യൂസ് ഈവനിങ്ങിൽ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇതിങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളാരും അത്ര പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ചില കോണുകളിൽ നിന്നൊക്കെ സംശയം ഉയർന്നു വന്നിരുന്നു ഇന്നലെയൊക്കെ തന്നെ. എങ്കിൽ പോലും ഇത്തരത്തിലേക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത്, അതായത് ആനയുടെ പേരിൽ ഒരു മരണത്തെ അടിച്ചേൽപ്പിക്കുക. ഇപ്പോൾ വന്യമൃഗാക്രമണത്തിൽ നമ്മുടെ നാട്ടിൽ പലയിടത്തും മരണം നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഇങ്ങനെ ഒരു സാധ്യതയാക്കി മാറ്റുകയും, ആന ആക്രമണത്തിൽ ഭാര്യ മരിച്ചു എന്നൊരാൾ പറയുകയാണ്. ഇപ്പോൾ ആരാണ് ഇവിടെ പ്രതിയെന്ന് നമുക്ക് പറയാറായിട്ടില്ല. എങ്കിൽ പോലും ഭർത്താവ് നിരീക്ഷണത്തിലുണ്ട്, ഭർത്താവിനൊപ്പമാണ് സീത പോയിട്ടുള്ളത്, ബിനുവിനൊപ്പമാണ്. ഇതുവരെ നമുക്കറിയാവുന്ന കാര്യം അങ്ങനെയാണ്. ഏതായാലും അങ്ങനെ ഒരു സാധ്യത കൂടി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളത് അതൊരു വലിയൊരു ട്വിസ്റ്റ് അല്ലേ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ഈ രീതിയിൽ നമ്മളാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ പീരുമേട് ഈ ഭാഗത്ത് മരിയഗിരി സ്കൂളിൻ്റെ പരിസരമൊക്കെ ഇപ്പം വലിയ ആനശല്യമുള്ള സ്ഥലമാണ്. അത് തന്നെയല്ല, ഇയാൾ മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട് ഉള്ള ആളാണ് ബിനു. ഇത് വാർത്തയൊക്കെ വന്നപ്പം സാധാരണ പോലെ എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ. കാരണം ഇത് ആനയുടെ ആക്രമണം നിരന്തരമുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പോലീസിന് ആദ്യം മുതൽ ഒരു ചെറിയ സംശയം, ഫോറസ്റ്റുകാർക്ക് തീർച്ചയായിട്ടും ഒരു സംശയം വരും. ആന അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് അവിടെ നോക്കിയിട്ടുണ്ട്, ആന വന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണാം. അത് വരുന്ന റൂട്ട്, അതിൻ്റെ ഏരിയയിലുള്ള മരച്ചില്ലകളൊക്കെ ഒടിച്ച് അവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു അറ്റാക്ക് ഉണ്ടാക്കി തീർച്ചയായിട്ടും ആ വശത്തുള്ള മരച്ചില്ലകളും അവിടെയുള്ള ചെടികൾക്കൊക്കെ മാറ്റം ഉണ്ടാവും. ഫോറസ്റ്റ് അത് നോക്കിയപ്പോൾ അതൊന്നും കണ്ടില്ല. അപ്പോൾ ആന അവിടെ ആ സമയത്ത് വന്നില്ല എന്നാണ് അവരുടെ പ്രാഥമിക നിഗമനം. രണ്ടാമത്, ഒരു വയറ്റിൽ ആനയുടെ അറിയാവില്ല കാൽപാദത്തിൻ്റെ ചുറ്റളവ്, ആ വയറിൻ്റെ അത്ര തന്നെ ഉണ്ടാവും. അത്ര ഏരിയ ചപ്പി അങ്ങ് താഴോട്ടേ പോവുള്ളൂ ഒരു ചവിട്ടിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് കാണുന്നത്. രണ്ടാമത്, ഇവരെ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ നിരീക്ഷിച്ച 2-3 കാര്യങ്ങളുണ്ട്. കാരണം തലയുടെ ഇടതുവശത്തും വലതുവശത്തുമുള്ള പരിക്ക് ആനയുടെ ചവിട്ടുകൊണ്ടോ എറിഞ്ഞതുകൊണ്ടോ ഉണ്ടായതല്ല. കാരണം കല്ലുകൊണ്ട് ഇടിച്ച രീതിയിൽ അത് പ്രത്യേകത ഉണ്ടാവും. കല്ലിൻ്റെ മൊനവശമൊക്കെ ആ ഇടിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ തലയോട്ടിയും ആ മജ്ജയും എല്ലാം കൂടെ അകത്തോട്ട് പോകും. അങ്ങനെയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ പാറ്റേണ്, ഹെഡ് ഇഞ്ചുറിയുടെ പാറ്റേൺ കണ്ടപ്പോൾ തന്നെ സംശയം, അതായത് ആനയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല. എടുത്തെറിഞ്ഞാൽ തന്നെ എവിടെയെങ്കിലും ചെന്ന് കല്ലേ ചെന്ന് തല അടിച്ച് വീണിട്ടുണ്ടെങ്കിൽ ആ വശം മാത്രമേ പൊട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലൊരു റഫ് കോണ്ടാക്റ്റ് കൊണ്ടാണ് തലയിലെ ഇരുവശത്തും ഉണ്ടായ മുറിവെന്നാണ്
ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. തുടക്കം മുതൽ ഇതൊരു സംശയം തന്നെയായിരുന്നു ഫോറസ്റ്റുകാർക്കും. ഫോറസ്റ്റുകാർ അത് അന്നേരം തന്നെ അവിടുത്തെ DYSPയുടെ അടുത്ത് പറഞ്ഞിരുന്നു, അവർക്കും സംശയം തന്നെയുണ്ട്. പക്ഷേ ഇവർ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്ത് ഒക്കെ അന്വേഷിച്ചാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിഫ്റ്റ് ഉണ്ടോ എന്ന്. കാരണം അതിൻ്റെ പരിസരത്തൊന്നും അധികം പേരൊന്നും കാണിക്കുന്ന താമസക്കാരുണ്ടാവും, വളരെ അകന്നൊക്കെ ആയിരിക്കും എല്ലാവരും കഴിയുന്നത്, വലിയ കോണ്ടാക്റ്റ് ഒന്നും കാണത്തില്ല. ഇയാൾ നേരത്തെ പീരുമേടിനടുത്ത് വെള്ളപ്പൊക്കം ആ സ്ഥലത്തു നിന്ന് അയാൾ മാറി ഇപ്പം ഈ പുതിയ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. പിന്നെ ഒരു കോൺട്രഡിക്ഷൻ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റിലെല്ലാം വന്നു കഴിഞ്ഞു. കാരണം കുട്ടികൾ ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പിന്നീട് കുട്ടികൾ ഇപ്പം കണ്ടിട്ടില്ല എന്ന്. കുട്ടികൾക്ക് ചിലപ്പം അച്ഛൻ്റെ അടുത്തോ അച്ഛൻ്റെ തീരുമാനത്തിന് അപ്പുറത്തോട്ട് അതുങ്ങളുടെ മനസ്സിലോട്ട് കയറില്ലായിരിക്കാം. അപ്പം ഒന്നിച്ച് കുട്ടികളുമായിട്ട് വന്നു, കാട്ടിൽ പോയി അവിടുത്തെ മലമ്പണ്ട ഇവരുടെ ഈ സാധനങ്ങൾ കാട്ടിലെ സാധനങ്ങൾ ശേഖരിക്കാൻ പോയി എന്നുള്ള ആ വാർത്തകൾക്കൊന്നും വലിയ പ്രശ്നമില്ല. കാരണം അയാളും ഭാര്യയും, കാരണം ബിനുവും ഭാര്യയും മുന്നിൽ പോയിരിക്കും, കുട്ടികൾ രണ്ടാമത് വന്ന് ചേർന്നിരിക്കുന്നു. കുട്ടികളുടെ അടുത്ത് വരുമ്പം ഇയാൾ ഭാര്യയെ ചുമന്നുകൊണ്ട് വരുന്നതായിരിക്കാം കണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതൽ, അങ്ങനെയായിരിക്കണം. പിന്നെ ഇതിനകത്ത് അയാളുടെ മോട്ടീവ്, എൻ്റെ ഒരു ധാരണ, അവർ തമ്മിൽ ചിലപ്പോൾ റിഫ്റ്റ് ഒന്നും കാണാൻ സാധ്യത കുറവാണ്. പക്ഷെ പണം മോഹിച്ച് ചെയ്തോ ഇല്ലയോ എന്ന്. കാരണം ഇത് വിശ്വസിക്കും 12 ലക്ഷം രൂപ ഒന്നിച്ചെങ്കിൽ പോരൂല്ലേ, അത് അവിടെയാണ് എനിക്ക് സംശയം. കാരണം അതൊരു അയാളല്ലാതെ ഭാര്യയായിട്ട് ഒരു എതിർപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതൊന്നും ചിലപ്പം കാണത്തില്ല. ഇയാൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത് പൈസയ്ക്ക് ഒരു നിവൃത്തിയില്ല, നിങ്ങൾ കാട്ടിൽ നിന്നുള്ള സാധനം ശേഖരിച്ച് വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നതാണ്. അപ്പം ഒരു മോഹം തോന്നിക്കാണും. ഇതിപ്പോൾ ഈസി ആയിട്ട് 12 ലക്ഷം രൂപ, ഇത് ശല്യം രൂക്ഷമാണ്. 10 ലക്ഷം അതിന് തൊട്ട് മുൻപത്തെ ദിവസത്തിലൊക്കെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തന്നെ പലതരത്തിൽ വാർത്തകൾ കൊടുത്തിട്ടുള്ളതാണ്. വണ്ടിപ്പെരിയാറിൽ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു കാട്ടാന ആക്രമണം ഉണ്ടാവുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ കൊടുക്കുകയും ചെയ്തപ്പോഴും, അപ്പോൾ ആദ്യമായി ഇത് കേൾക്കുമ്പോൾ നമുക്കും ഇതിലൊരു അസ്വാഭാവികതയൊന്നും തോന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിയോടെ ഇത് ആരാണെങ്കിലും, ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും, അത് അങ്ങനെ ആസൂത്രണം ചെയ്ത് അങ്ങനെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി അല്ലേ? അത് തന്നെ ഞാൻ കരുതുന്നത്. അല്ലാതെ വൈഫുമായിട്ടൊരു റിഫ്റ്റ് ഒന്നും കാണത്തില്ല. കാരണം അവരൊക്കെ രണ്ടു കൂട്ടരും ഒരുപോലെ അധ്വാനിച്ച് കഴിഞ്ഞ് പോകുന്നവരാണ്. അപ്പോൾ ഇയാളുടെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയായിരിക്കണം. കാരണം ഈസി ആയിട്ട് 12 ലക്ഷം രൂപ കിട്ടും. ഭാര്യ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ വേറൊരെണ്ണത്തിനെ വിളക്കെട്ടാൻ 2 കുട്ടികളുണ്ട്, സുഭിക്ഷമാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇയാൾ ആ രീതിയിൽ വൈഫിനെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞതെന്ന് എനിക്ക് കരുതുന്നു. കാരണം പണം മോഹിച്ച് തന്നെ, വേറൊന്നും ആലോചിക്കാനില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അന്വേഷിച്ചാൽ ഇവർ തമ്മിൽ റിഫ്റ്റുകളൊന്നും കാണത്തില്ല, വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ കാട്ടിപ്പോയി ശേഖരിച്ച് സാധനം വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത് ആ കാശ് കൊണ്ട് ജീവിക്കുന്നവരാണ്, അതിനപ്പുറം ഒന്നും അവർ ചിന്തിക്കാറില്ല. അപ്പോൾ ഇയാളെ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. അവർ പറഞ്ഞല്ലോ, ഈ സംഭവത്തിന് ശേഷവും ഇയാൾ ആദ്യം പറഞ്ഞതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഇയാൾ പറഞ്ഞ് ഇയാൾ ആന വന്നപ്പോൾ ഇയാൾ അത് തടയാൻ മുന്നേ കയറി നിന്നു എന്ന്. അതത്ര നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത് ഇയാൾ അങ്ങനെ ഒരു ആന വന്നാൽ ആരെങ്കിലും കയറി എല്ലാവരും ഓടി രക്ഷപ്പെടുകയുള്ളൂ. നേരെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി ആനയുടെ മുമ്പിൽ ആനയെക്കാളും പവറുള്ള ആളാണോ ഇയാൾ? കയറി നിന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇയാൾ. അവിടെ കൊണ്ട് തെറ്റി, അവിടെ പോലെ സംശയമായി തുടങ്ങി. ഇപ്പോൾ തന്നെയും ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി എറിഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ ആ തരത്തിലേക്കുള്ള പരുക്കൊന്നും കാണാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ചില പാളിച്ചകൾ വന്നിട്ടുണ്ട്. നല്ല കോൺട്രഡിക്ഷൻ വന്നിട്ടുണ്ട്. അത് തന്നെയല്ല, ഇയാൾ അവരെ ചവിട്ടി, അയാളുടെ ചവിട്ടും ആനയുടെ ചവിട്ടും രണ്ട് രീതിയിലാണ്. അയാളുടെ ചവിട്ടിൽ ആ കാലിൻ്റെ അത്രയല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻ ആ രീതിയിലുള്ള, പക്ഷേ ആനയുടെ ചവിട്ടിന് മൊത്തമായിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് മുഴുവൻ ചപ്പിപ്പോവും. അത്ര വലിയൊരു ചവിട്ടാണ്. അപ്പോൾ അതുണ്ടായിട്ടില്ല ഇവിടെ. അത് ഡോക്ടർക്ക് സംശയമായി കാണും. അത് പിന്നെ ഞാൻ താങ്കളിലേക്ക് എത്താം ഡോക്ടർ പി എൻ സന്ദീപ്. ഇപ്പോൾ ഇതിൽ ഞാൻ താങ്കളിലേക്ക് എത്താം ഡോക്ടർ പി എൻ സന്ദീപ്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ ഇതിലുണ്ട് താനും. അതിൻ്റെ വിശദാംശങ്ങൾ ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. മുഖത്തും കഴുത്തിലും പരുക്കുണ്ട്, മൽപ്പിടുത്തം നടന്ന പാട്, തലയിൽ 3 മാരകമായ പരുക്ക്, വലതുഭാഗത്തെയും ഇടതുഭാഗത്തെയും പരുക്കത് കൈകൊണ്ട് ശക്തിയായി പിടിച്ച് മരം പോലുള്ള പ്രതലത്തിൽ ഇടിപ്പിച്ചതിൽ നിന്നുണ്ടായതാകാം. കൂടാതെ തലയ്ക്ക് പിന്നിലൊരു പരുക്കുണ്ട്, അത് 4 അടി താഴ്ചയിൽ നിന്ന് വീണതാകാം, പാറ പോലുള്ള പ്രതലത്തിൽ ഇടിച്ചത്. അങ്ങനെയൊക്കെയുള്ള തരത്തിലാണ് ഈ പരുക്കുകളുടെ ഒരു സ്വഭാവം പോകുന്നത്. കഴുത്തിൽ ശക്തിയായി അമർത്തിയിട്ടുണ്ട്, ശ്വാസം മുട്ടിച്ച ലക്ഷണം, മുഖത്തടിച്ച പാട്,
വാരിയെല്ലുകൾ തകർന്നു, കാലിൽ പിടിച്ച് വലിച്ചിഴച്ച അടയാളം, നാഭിക്ക് തൊഴിയേറ്റു എന്ന് പറയുന്നു. കൂടാതെ ഈ വാരിയെല്ലുകൾ ശ്വാസകോശത്തിലേക്കൊക്കെ കയറിയിട്ടുമുണ്ട്. 7 വാരിയെല്ലുകൾ, ഇടതുവശത്തെ 7 വാരിയെല്ലുകൾ ഒടിഞ്ഞു, 2 എണ്ണം ശ്വാസകോശത്തിൽ കുത്തിക്കയറി. വലതുവശത്ത് 6 വാരിയെല്ലുകൾ ഒടിഞ്ഞു, 1 എണ്ണം ശ്വാസകോശത്തിൽ കുത്തിക്കയറി. ഇതൊക്കെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ ഒരു ആനയുടെ ആക്രമണവും, ഇപ്പം മനുഷ്യൻ പോലും ഇത്ര ക്രൂരമായി ആക്രമിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പരുക്ക് പറ്റുകയുള്ളൂ എന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ ഇതൊരു ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന തരത്തിലാണോ ഡോക്ടർ പി എൻ സന്ദീപ്? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ആന ചവിട്ടിയതോടെ അത് ആയിട്ടുള്ള, നേരത്തെ സാറ് പറഞ്ഞ പോലെ വളരെ വലിയ തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ, ചതവുകൾ, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് ആന ചവിട്ടിയതായിട്ട് നമുക്ക് പറയാനാകുക. മാത്രല്ല, ഈ ആന വന്നതായിട്ടുള്ള അവിടെ സാഹചര്യം, അവിടെ ആ തെളിവുകൾ അവിടെ കാണണം. ആന വന്നിട്ടുള്ളതും ആന അവിടെ നടത്തിയ പരാക്രമത്തിന്റെ ഫലമായിട്ട് മണ്ണിലുണ്ടായിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ, ആനയിൽ നിന്ന് എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആ മണ്ണിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റു ആ ക്രൈം സീനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ വനവകുപ്പ് പറയുന്ന ഡോക്ടർ പി എൻ സന്ദീപ്, ഇന്നലെ ആ മേഖലയിൽ ആന എത്തിയതിന്റെ ഒരു ലക്ഷണവും ഇല്ല. അതുകൊണ്ട് തന്നെ DFO ഒക്കെ ഇന്നലെ സംശയം അവർക്കുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണം എന്നതൊക്കെ അവർ ആവശ്യപ്പെട്ടിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതായത് ഇപ്പോൾ ആനയുടെ വന്നിട്ടുള്ളതായിട്ടുള്ള തെളിവുകളുണ്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതചര്യകൾ, ഇദ്ദേഹം വല്ല ഇത്തരത്തിലുള്ള ഈ കഞ്ചാവ്, മയക്കുമരുന്നുകൾ എന്നിവയൊക്കെ ലഭ്യമാകുന്ന സ്ഥലത്താണോ അദ്ദേഹം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോട്ടീവ്, ഭാര്യ നഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുന്നതിന് ആൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നുണ്ടോ, നിരന്തരമായിട്ട് ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ അന്വേഷിച്ചാൽ മാത്രമല്ല ഈ കൃത്യം നിർവഹിക്കുമ്പോൾ ഇദ്ദേഹം മാത്രമായിരുന്നു അവിടെ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കിയാൽ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എവിഡൻസ്, ഇദ്ദേഹത്തിന്റെ പ്രസൻസ്, ഈ സംഭവം നടന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി തെളിയിക്കാൻ പറ്റണം. അങ്ങനെ തെളിയിക്കാൻ പറ്റുന്നതായിട്ടുള്ള എവിഡൻസ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിന് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോ സാറ് പറഞ്ഞ പോലെ ഇഞ്ചുറീസിന്റെ ടൈപ്പ്, അതിന്റെ ആഴം, അതിന്റെ സ്റ്റൈൽ, ഇതൊക്കെ ഹ്യൂമൻ ബീയിങ് നടത്തുന്നതും അനിമൽസ് നടത്തുന്നതും രണ്ട് തരത്തിലാണ്. അതും അനിമൽസിൽ തന്നെ വിവിധ തരത്തിലുള്ള ടൈപ്പ് ഓഫ് അനിമൽസിന് വിവിധ തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ടാവും ഈ ഓരോ തെളിവുകൾക്കും. ആ പാറ്റേൺസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും, ഇദ്ദേഹം പറഞ്ഞ ആദ്യത്തെ തന്നെ നേരത്തെ പറഞ്ഞ മൊഴികളൊക്കെ ആന വന്നു, ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട്, ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പർപ്പസ്ഫുള്ളി ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇദ്ദേഹം കൂടാതെ വേറെ ആരുടെയെങ്കിലും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ, അതിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മോട്ടീവ്സ് ഒക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളതും കൂടെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. പിന്നെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നുള്ളതും കൂടെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലൊക്കെ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ലിങ്കേജ് മറ്റാരെങ്കിലേക്കോ ഒക്കെ എത്തിപ്പെടുമോ എന്നുള്ളതും കൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. എന്താണ് മോട്ടീവ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അതെ, ഇതിൽ ഡോക്ടർ സന്ദീപ്, ഇപ്പോൾ ഈ പരുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് സാധാരണഗതിയിലൊന്നുമുള്ള പരുക്കുകളല്ല. ഞാൻ നേരത്തെ വായിച്ചല്ലോ, വിശദമായി തന്നെ അത് റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ്. എല്ലാം മാരകമായ തരത്തിലാണ്. അവരുടെ വാരിയെല്ലുകളൊക്കെ ഒടിഞ്ഞ് നുറുങ്ങുന്നു, ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറുന്നു. അപ്പോൾ ആ തരത്തിലേക്കുള്ള ആക്രമണം അവർ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലേ? തീർച്ചയായും. അതായത് അത് ചിലപ്പോൾ ഈ ആനയുടെ ആക്രമണത്തിലും വാരിയലുകളൊക്കെ ഒടിഞ്ഞകത്തേക്ക് അതെ, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം ഇക്കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് ആനയുടെ ആക്രമണത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകില്ലേ എന്ന് തോന്നും. പക്ഷേ അത് കുറച്ചുകൂടി മറ്റൊരു രീതിയിലായിരിക്കുമെന്ന് തോന്നുന്നു, നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ. അതെ, ഇദ്ദേഹം ഇങ്ങനെ ഒരു ആന വന്നു എന്നുള്ളൊരു ഇദ്ദേഹം മാനിപ്പുലേഷൻ, അതായത് ആന വന്നിട്ട് അദ്ദേഹം മാത്രം രക്ഷപ്പെടുന്നു, ആന എടുത്ത് അദ്ദേഹത്തെ എറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതുപോലെ എണീറ്റ് പെട്ടെന്നൊന്നും നടക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആനയെടുത്ത് എറിഞ്ഞിട്ട് അറിയാലോ നമുക്ക്, ആനയുടെ തുമ്പിക്കൈയുടെ ആ ഒരു
ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. ആനയുടെ ഒരു അടി കൊണ്ട് കഴിഞ്ഞാൽ അപ്പം അവിടെ ഒടിഞ്ഞു പോകും നമ്മുടെയൊക്കെ. അപ്പൊ ഈ ആനയെടുത്ത് ഇദ്ദേഹത്തെ എറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇതുപോലെ നടന്നു വരാൻ കഴിയില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആനയുടെ സംഭവം വാരിയലുകളൊക്കെ ആന പിടിച്ചൊന്ന് അമർത്തിയാലും വാരിയലുകളൊക്കെ ഒടിഞ്ഞു കയറും നമ്മുടെ ശരീരത്തിൽ. പക്ഷെ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇദ്ദേഹം ഇപ്പൊ അതുപോലെ തന്നെ കല്ലെടുത്ത്, ഒരു കുഞ്ഞു കല്ലെടുത്ത് ആന എന്തായാലും എടുത്ത് അടിക്കില്ല. അപ്പോ ഇനിയിപ്പോ എടുത്ത് എറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോഡി കിടക്കുന്ന സ്ഥലം കല്ലുകൾ നിറഞ്ഞ സ്ഥലമായിരുന്നോ, അല്ലെങ്കിൽ കല്ലുകൾ ഇല്ലാത്തൊരു സ്ഥലത്ത് ബോഡി കിടന്നിട്ട് അവിടെ എന്താ പറയാ, അവിടെ കിടന്ന ബോഡിയിന്മേൽ കല്ലിന്റെ അടയാളം ഒരു ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഈ ചേർച്ചയില്ലായ്മ വരിക. ചേർച്ചയില്ലായ്മയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബന്ധങ്ങൾ, കണക്ഷൻസ് ഉണ്ടാക്കാൻ കഴിയുക. അപ്പൊ ഈ ചേർച്ചയില്ലായ്മ മൊഴിയിലായാലും എവിഡൻസിലായാലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ അന്വേഷണം ആരംഭിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആരംഭിക്കുമെന്ന് കരുതുന്നു. അപ്പൊ എൻ്റെ ഒരു നിഗമനത്തില് ഇത് ആന വന്നതാകാനുള്ള സാധ്യത കുറവാണ് ഇത്തരത്തിലുള്ള. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സർക്കംസ്റ്റൻസസ്, സീൻ ഓഫ് ക്രൈമിൽ ഈ പൊസിഷൻ ഓഫ് ബോഡി, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഇഞ്ചുറി, ഇതൊക്കെ നമ്മൾ കണക്കിലാക്കി നോക്കണം എല്ലാവിടെയും. പിന്നെ അതുപോലെ പ്രസൻസ് ഓഫ് മറ്റുള്ളവരുടെ, അതായത് ഇത് കൂടാതെ മറ്റുള്ളവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നോ, ഈ മറ്റു ജീവികളുടെ പ്രസൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ വളരെ വിശദമായ പരിശോധന. ഇനിയിപ്പോ അവിടെ തന്നെ നമുക്ക് മറ്റ് തെളിവുകൾ, ഇദ്ദേഹത്തിന്റെ പ്രസൻസ്, ഭർത്താവിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളതും കൂടെ നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റിയാലാണ് അതിനൊരു ശക്തി വരികയുള്ളൂ. അതെ, അതാണ്, അത് വളരെ പ്രധാനമാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് അവർ ഇത്തരം കാര്യങ്ങളൊന്നും സ്ഥിരീകരിച്ച് സമയമായിട്ടില്ല എന്നുള്ളത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളും ഇപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ കൊലപാതകമാണ്, ആനയുടെ ആക്രമണമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ പോലീസിന് ഇനിയിപ്പോൾ ഇത് തെളിയിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വഴികൾ എങ്ങനെയാകണം? അല്ല, ഇതിനകത്ത് പോലീസ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് പണം മോഹിച്ചെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഈ ഭാര്യയും ഭർത്താവും അവർക്കൊരു പിണക്കമില്ലാതെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വനത്തിൽ പോയെന്ന് നമ്മളൊരു പ്രിസംഷനാണത്. കാരണം അല്ലെങ്കിൽ രണ്ടുപേരും ഒന്ന് വഴക്ക്, ഇയാളെ പേടി മേലുണ്ടെങ്കിൽ പോവില്ലല്ലോ. അപ്പോൾ രണ്ടുപേരും സ്നേഹിച്ച് തന്നെയാണ് വനത്തിലേക്ക് പോയത്. അവിടെ വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അക്രമം ഉണ്ടായി. ഭാര്യ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഭർത്താവ് ഇങ്ങനെ തന്നെ ഇടിച്ച് കൊല്ലുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു കൊലപാതക ശ്രമം നടക്കുമ്പോൾ തീർച്ചയായിട്ടും വാർഡ് ഓഫ് അവർ ഡിഫൻസ് ഉണ്ടാവും, അവർ പ്രതിരോധിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ദേഹത്ത് എവിടെയെങ്കിലും ആ രീതിയിലുള്ള ഒരു ഊണ്ടുണ്ടോ, സ്ക്രാച്ചുണ്ടോ? കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ ഭർത്താവിനെയും തന്നെ കൊല്ലാനായിട്ടുള്ള ശ്രമം, കല്ലുകൊണ്ടുള്ള ആദ്യത്തെ ഇടി ഉണ്ടായിരിക്കാം. അതിനുശേഷം ഇവർ ആ ലൊക്കാലിറ്റിയുടെ പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ട് മഹസർ എഴുതുമ്പം അവിടുന്ന് ഇവരെ എടുത്ത് താഴോട്ടെങ്ങാനും ഇട്ടോ, അങ്ങനെയുള്ള സ്ഥലത്ത് എത്തിച്ച ശേഷമാണ്. അങ്ങനെ ഇയാൾ എത്തിക്കാമല്ലോ. അവിടെ നമുക്ക് ഈ വനവിഭവ സാധനങ്ങൾ അവിടെ ഉണ്ടാവും, മറ്റേ മരത്തിൻ്റെ ചുവട്ടിലുണ്ടല്ല, പാറക്കെട്ടിനടിയിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാമല്ലോ. അതൊക്കെ ഇവർ സാധാരണ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നിട്ട് ഇയാളെടുത്ത് താഴെ ഇട്ടോ, ഇയാൾ കല്ലിനെടുത്ത് ഇടിച്ചിട്ടോ, പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ആ ലൊക്കാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിഫെൻസീവ് വൂണ്ട് ഉണ്ടോ അത് നോക്കണം. കാരണം ഇവരങ്ങോട്ട് ആക്രമിക്കാതെ അയാൾ ഡിഫെൻഡ് ചെയ്യും. കാരണം അയാൾ ഇവരെ കൊല്ലാനായിട്ടിരിക്കുന്നതാണ്. അപ്പം ഡിഫെൻസീവ് വൂണ്ട് അയാളുടെ ദേഹത്തുണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കണം. പിന്നെ അവരൊക്കെ തലക്കിട്ടാണ് ആദ്യം ഇടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് തലയിൽ നിന്ന് താഴോട്ടാവും. അപ്പോൾ ബ്ലഡ് അങ്ങോട്ട് ഒഴുകും. അങ്ങനെയാണ് അവരുടെ ശരീരത്തിലുള്ള ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ആ വിവരം സംശയം പോലീസ് പറയുന്നുണ്ട്. ബ്ലഡ് യൂസ് ചെയ്ത് തലേന്ന് താഴോട്ടാണ് വന്നെങ്കിൽ സ്റ്റാൻഡിങ് പൊസിഷനിലാണ് ആ ഇഞ്ചുറി ഉണ്ടാക്കിയത്. അവർ പ്രതീക്ഷിക്കാത്ത രീതി കല്ലെടുത്ത് പിന്നീന്ന് വന്ന് തലക്കിടിച്ച് ബാക്കിലൊരു ഇടിയുണ്ടെന്ന് പറയുന്നു. ഇടതും വലതും വശം തലയിൽ ഇടിയുണ്ട്, കല്ലുകൊണ്ടുള്ള ഇടിയുണ്ടെങ്കിൽ ബാക്കിലൊരെണ്ണമുണ്ട്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതി ആദ്യത്തെ ആക്രമണം പിന്നിലായിരിക്കാം. അതിനുശേഷം വലിച്ചഴിച്ച പാടുണ്ട്. ഈ തലയ്ക്ക് പിന്നിലുള്ള പരിക്കത് ഏതാണ്ട് 4 അടി താഴ്ചയിൽ വീണിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് അങ്ങനെയാണ് അതിന്റെ വിവരങ്ങൾ കിട്ടുന്നത്. പാറ പോലുള്ള പ്രതലത്തിൽ ഇടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അത് റീകൺസ്ട്രക്ഷൻ ഒരു തിയറി എന്തായാലും പോലീസ് ഉണ്ടാകണം. കാരണം അവിടെ വിറ്റ്നസ് ഒന്നും കാണാൻ സാധ്യതയില്ല. വേറെ അങ്ങനെയുള്ള ഈ ആനപ്പേടിയുള്ള സ്ഥലത്തൊന്നും വേറെ ആരും കാണില്ല, ഇവർ തന്നെ ഉണ്ടാവുള്ളൂ.
പിന്നെ ഇയാൾ അവിടുന്ന് ചുമന്ന് എടുത്തുകൊണ്ട് വന്ന് ഒരു വിശ്വസിക്കത്ത രീതിയിൽ ഒരു കഥയുണ്ടാക്കാൻ വേണ്ടി ആന ആക്രമിച്ച് ഇയാൾ അവിടുന്ന് ഇവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആന അവിടുന്ന് ഉടനെ ഒന്നും വിട്ടുപോകില്ല. അതുകൂടെ നമ്മൾ ആലോചിക്കണം. ആന അവിടെ നിൽക്കും. ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ആന ചിലപ്പം ഒരു ദിവസം അവിടെ നിൽക്കും. ആന അങ്ങനെ പോവില്ല. പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് വരട്ടെ ആ വിരളിച്ചൊന്നും ആനയ്ക്ക് ഏക്കില്ല. അപ്പോൾ അവിടെ എല്ലാം കോൺട്രഡിക്റ്ററിയാണ് അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം. പൊതുവേ അവിടുന്ന് എടുത്തുകൊണ്ട് വന്നത് ഒരു വിശ്വസിപ്പിക്കത്ത രീതി ഒരു കഥയുണ്ടാക്കുകയാണ് അയാൾ. അവരെ കൊന്നിട്ട് ചുവന്നുകൊണ്ട് വരികയാണ്. ഇനി അവരെ ആശുപത്രി ചെന്നപ്പോൾ അവരുടെ ബോഡി കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഉച്ചകഴിഞ്ഞ് ശേഷമാണ് പോയെന്നാണ് പറയുന്നത് വനത്തിലേക്ക്. സാധാരണത്തിൽ എല്ലാവരും രാവിലെ വൈകിട്ടത്തിനൊക്കെ പോകാൻ വളരെ ചുരുക്കേ പോവുള്ളൂ. പ്രത്യേകിച്ച് ഇത് ആനയുടെ അക്രമം ധാരാളം ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് അത് കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ആഴ്ച അവിടുന്ന് ഒരാൾ അന്തോണി സ്വാമി എന്നെങ്ങാണ്ട് പറഞ്ഞ ഒരാൾ മെഡിക്കൽ കോളേജിൽ കിടപ്പുണ്ട്. ഇവിടുന്ന് ഒരാഴ്ച മുമ്പ് ആക്രമിച്ചതാണ്. അപ്പോൾ അയാൾ ആ ഒരു സംഭവം ഉണ്ടായപ്പം ഇയാൾക്ക് ഒന്നുകൂടെ ഒരു പ്രചോദനമായി കാണും. കാരണം വിശ്വസിക്കും ആൾക്കാർ. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ഒരാളെ പരിക്കേറ്റുമ്പോൾ അതൊരു പ്രചോദനമായിട്ടുണ്ടാവും. പണം മോഹിച്ച് തന്നെ ചെയ്തതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു പൊതുവായ ഒരു നിഗമനം. കാരണം അത് പെട്ടെന്നൊന്നും അയാൾ ഈ മരണത്തിന് ശേഷവും അയാളുടെ മുഖത്തിൻ്റെ ഭാവങ്ങളൊന്നും മാറിയിട്ടില്ല. അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അയാൾ ഇതുവരെ ഒരു പ്രിപ്പയർഡ്നെസ് ഇല്ല. ഇത് സമ്മതിക്കാനുള്ള ഒരിക്കലും അയാളുടെ മനസ്സിൽ ഇതുവരെ അങ്ങനെ ഒരു ചിന്ത കയറിയിട്ടേ ഇല്ല. അതുകൊണ്ടാണ് അയാൾക്ക് ആ രീതിയിൽ തന്നെ മുഖം പ്രകടിപ്പിച്ച് കാണിക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമാണ്. ഇപ്പൊ നേരത്തെ നമ്മുടെ പ്രതിനിധി രാഹുൽ പറയുന്നുണ്ടായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം പക്ഷെ സമ്മതിക്കുന്നില്ല എന്നാണ്. അയാൾ ആ സ്റ്റാൻഡിൽ നിന്ന് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. അയാൾ പിടിച്ചു നിൽക്കും. പ്രത്യേകിച്ച് അയാൾ ഈ കാട്ടിൽ ജീവിച്ച ആളാണ്. അങ്ങനെയൊന്നും നമ്മൾ ഇയാളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും അതുപോലെ പോസ്റ്റ്മോർട്ടത്തിലുള്ള എവിഡൻസും അയാൾക്ക് എഗൻസ്റ്റാണ്. അതൊന്നും പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല. വളരെ പക്ഷേ അയാളുടെ ദേഹത്തുള്ള ഏതെങ്കിലും ഇഞ്ചുറി ഉണ്ടോ എന്നുകൂടെ നോക്കണം. കാരണം ഇവർ പിടിവലി നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം ഒരാൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഭർത്താവ് ഈ രീതിയിൽ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് ആ സ്ത്രീ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്കും നല്ല ആരോഗ്യമുണ്ട്, ഇയാൾക്കും നല്ല ആരോഗ്യമുണ്ട്. അതുകൊണ്ട് അവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സംശയിക്കുന്നത് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അവിടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം മഴ പെയ്തൊക്കെ പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രാഫി എല്ലാം അങ്ങ് മാറിപ്പോവും. ഇത്രയും പെട്ടെന്ന് പോലീസ് അവിടെ വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഇവരെ ഇടിച്ച് തലക്കിട്ട് ഇടിച്ചുള്ള കല്ലുണ്ടാവും. അതേ ബ്ലഡ് സ്റ്റെയിൻസ് ഹെയറും കാണാൻ സാധ്യതയുണ്ട്. മഴ പെയ്ത് അതൊക്കെ പോവും. എത്രയും പെട്ടെന്ന് ആ സ്പോട്ടിൽ പോയി ഒരു മാസ്റ്റർ തയ്യാറാക്കിയിട്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ കണ്ടെടുക്കണം. പ്രോബബിൾ ആയിട്ടുള്ള കല്ലുണ്ടാവും, അതേ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാവും, അതേ ഹെയർ ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. ഇവരെ എടുത്ത് താഴെ ഇട്ടോ. ആ ഏരിയയിൽ ഒരു സ്ട്രഗിൾ നടന്നിട്ടുണ്ടാവും, പിടിവലി ഉണ്ടാവും. പിന്നെ ഇവരുടെ ഇവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസ് കൃത്യമായിട്ട് അത് പ്രിസർവ് ചെയ്തിരിക്കണം. കാരണം അതിനകത്തുനിന്ന് കുറച്ച് എവിഡൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇയാളുടെ വസ്ത്രങ്ങളും പെട്ടെന്ന് പോലീസ് എടുത്തു വെക്കണം. കാരണം അതിനകത്തുള്ള മണ്ണ് അവിടുത്തെയുള്ള കാരണം ഞാൻ കോട്ടയത്തെ ഒരു കേസിനകത്ത് മണിയമ്മ കൊലക്കേസിനകത്ത് തലയിലിരുന്ന ഊർപ്പത്തിൻ്റെ ഒരു ചെറിയ ഇലയുടെ കഷ്ണം തലയിലിരിപ്പുണ്ടായിരുന്നു കുളത്തിൽ നിന്ന് എടുത്തപ്പം. പക്ഷേ ആ കുളത്തിൻ്റെ പരിസരത്ത് വെച്ച് കുറച്ച് ആ ഊർപ്പമുള്ള സ്ഥലം അവിടുന്ന് 1/2 കിലോമീറ്റർ അകലെ വെച്ചാണ് കൊന്നത്. അപ്പോൾ അവിടെ ഇട്ട് കൊന്നപ്പോഴാണ് ആ ഊർപ്പം എന്ന് പറഞ്ഞാൽ ആ ചെടിയുടെ ഇല അവരുടെ തലയിലും നീണ്ട മുടിയിലെ ഇടയ്ക്ക് തറയിലിട്ട് കൊന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം വളരെ പ്രിസർവ് ചെയ്യണം. ഞാനത് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇവരുടെ ദേഹത്ത് ഏതെങ്കിലും ആ കാട്ടിലെ വനത്തിലുള്ള ചെടികളുടെ ഏതെങ്കിലും ഇലകളോ മതിയൊക്കെ ഉണ്ടാവും, ചെറിയ ഇലകളും പൊട്ടുമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവും. അയാളുടെ ഉണ്ടാവും. രണ്ടുപേരും തറയിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ ഇവരെ കൊല്ലാനുള്ള മലത്തിൽ കിടത്തിയിട്ടാണ്. എങ്ങനെയാണ് അതൊന്ന് റീകൺസ്ട്രക്ഷൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇവരെ അടിച്ച് വീഴ്ത്തി കഴിഞ്ഞിട്ട് ഇവരെ പുറത്ത് കയറി ഇരുന്നിട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു റീകൺസ്ട്രക്ഷൻ തിയറി ഉണ്ടെങ്കിൽ. കാരണം വയറ്റിലേക്ക് ചവിട്ടെന്ന് പറയുമ്പം അവസാന കൈ നോക്കുകയാണ്. പക്ഷേ മോട്ടീവ് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും നോക്കണ്ട, ഇത് പണത്തിന് വേണ്ടി തന്നെ ചെയ്തതാണ്. കാരണം ഈസി ആയിട്ട് പണം കിട്ടും. ഇപ്പം തന്നെ തിങ്കളാഴ്ച വരെ എങ്ങനെയെങ്കിലും ഈ സംശയമൊന്നും വന്നില്ലായിരുന്നു 12 ലക്ഷം രൂപയും കൈ കിട്ടിപ്പോയതിനെ തിങ്കളാഴ്ച ആകുമ്പോൾ. അപ്പൊ അതാണ് പണം മോഹിച്ച് ഭാര്യയെ കൊന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതെ, അതിലിപ്പോ ഈ തരത്തിലേക്കുള്ള കൊലപാതകങ്ങൾ നമ്മൾ പല തരത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്ന് ഇതാദ്യമായാണ്. അതാണ് ഈ കാട്ടാനയുടെ പേരിൽ അത് ചാർത്തി കൊടുത്തുകൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ ഒരു പക്ഷെ പണം മോഹിച്ചൊക്കെ ആകാം. അടിയന്തര ധനസഹായമാണല്ലോ. ഇന്ന് 5 ലക്ഷം രൂപ ആദ്യ ഗഡുവായി കൈമാറാനിരുന്നതാണ്, ആകെ 12 ലക്ഷം രൂപയിൽ. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ ആകാം, നമുക്കറിയില്ല എന്താകാം
ഇതിനുള്ള മോട്ടീവ് എന്നൊക്കെയുള്ളത് അതെല്ലാം പോലീസ് വിശദമായി തന്നെ കണ്ടുപിടിച്ച് വ്യക്തമാക്കും. ഡോക്ടർ പി.എൻ. സന്ദീപ്, ഇപ്പോൾ ഇതിൽ ഈ ആക്രമണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗുരുതരമായ പരുക്കേറ്റിട്ടുണ്ട്. വാരിയെല്ലുകൾ ഒടിയുക, അത് ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറുക എന്നൊക്കെ പറയുമ്പോൾ, കൂടാതെ 4 അടി താഴ്ചയിൽ നിന്ന് അവരെ എറിഞ്ഞിട്ടുണ്ട്, മൽപ്പിടുത്തമുണ്ടായിട്ടുണ്ട്, നാഭിക്ക് തൊഴിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് മറ്റെന്തെങ്കിലും തരത്തിൽ ഇതിൽ ഇങ്ങനെയൊക്കെ തന്നെ മർദ്ദിച്ചും ഇടിച്ചും എറിഞ്ഞുമൊക്കെ തന്നെയുള്ള ആക്രമണമാണ് ഇവർ നേരിട്ടത് എന്നത് നമുക്ക് മനസ്സിലാകും അല്ലേ? അതെ. പക്ഷെ അത് ഈ മൃഗത്തിന്റെ, അതായത് ആനയുടെ ആക്രമണമാണോ അല്ലെങ്കിൽ ഈ മനുഷ്യൻ ചെയ്തതാണോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇപ്പോ എടുത്തെറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ ആനയും ഒക്കെ എടുത്തെറിയും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ രീതികൾ വ്യത്യാസമുണ്ട്. മാത്രമല്ല, ആന ഒരു ആളെ ഇപ്പൊ ആക്രമിച്ചു കഴിഞ്ഞാൽ, അവിടെ ആക്രമണം ആന തുടങ്ങിക്കഴിഞ്ഞാൽ കൊല്ലുന്ന രീതിയിൽ ആക്രമിക്കുകയാണെങ്കിൽ അവിടെ ഇട്ട് ചവിട്ടി ഇങ്ങനെ ആകെ ഡിസ്റ്റർബഡ് ആക്കും. ആ ഏരിയ വല്ലാതെ ഡിസ്റ്റർബഡ് ആവും. മനുഷ്യൻ ഉണ്ടാക്കാനായിട്ട് അത് എളുപ്പത്തിൽ കഴിയില്ല. പക്ഷെ ആനയ്ക്ക് വളരെ ഡിസ്റ്റർബഡ് ആയിരിക്കും ആ ഏരിയ. നമ്മൾക്ക് അപ്പൊ ആ ഏരിയ സീൻ ഓഫ് ക്രൈം പോയി ഡയറക്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്താൽ മാത്രമാണ് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. മാത്രല്ല, ഇത്തരത്തിലുള്ള ഈ കല്ല്, പിന്നെ ഈ വാരിയല് ഇടിച്ചു കയറണമെന്നുണ്ടെങ്കിൽ, തുളഞ്ഞു കയറണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഞെക്കി വാരിയൽ അകത്ത് കയറ്റുന്നതും ഇടിച്ച് അകത്ത് കയറ്റുന്നതും രണ്ടും തരത്തിലുള്ള കൺട്രൂഷൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഒന്ന്, ഇടിച്ചകത്ത് കയറ്റുമ്പോൾ പുറത്ത് സ്കിന്നിന് വരുന്ന മാറ്റങ്ങളും, ഞെക്കി വാരിയലകത്ത് അല്ല, ഇത് എൻ്റെ ഒരു സംശയം ഡോക്ടർ സന്ദീപ്, ഇപ്പോൾ ഇടതുവശത്തെ 7 വാരിയല്ലുകളാണ് ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. അതിൽ തന്നെ 2 എണ്ണം ശ്വാസകോശത്തിൽ കുത്തിക്കയറി, വലതുവശത്ത് 6 വാരിയല്ലുകൾ ഒടിഞ്ഞു, 1 എണ്ണം ശ്വാസകോശത്തിൽ കുത്തിക്കയറി. ഇതൊരു മനുഷ്യൻ ഇതിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരിക്കണം സീത? അല്ല, മനുഷ്യന് ചെയ്യാൻ കഴിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യനൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അത് മൃഗങ്ങൾക്കും പറ്റും. പക്ഷെ അത് നമ്മൾ ഐഡന്റിഫൈ, ഇപ്പൊ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ കൃത്യമായിട്ട് ആ ഇഞ്ചുറീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണല്ലോ അവരൊരു നിഗമനത്തിൽ എത്തുക. നമ്മളെക്കാളും കൂടുതൽ അവർ നേരിട്ട് ഇതിനെ കണ്ടു, അവർ എക്സാമിൻ ചെയ്തു, അനലൈസ് ചെയ്തു, അതിന്റെ വെളിച്ചത്തിൽ അവർ ഒരു കൺക്ലൂഷൻ പറയുന്നു. അപ്പോൾ അത് സാധ്യതകൾ ഈ മനുഷ്യൻ തന്നെ ചെയ്തതായിരിക്കാനാണ് സാധ്യത നിലനിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ വലിയ, തീർച്ചയായും വളരെ വലിയൊരു വേദനയാണ് ആ സ്ത്രീ നേരിട്ടിരിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ നിയന്ത്രണം ഇത് ഈ മനുഷ്യനില് ഉണ്ടായിട്ടുണ്ടായിരുന്നുവോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നുവോ എന്നുള്ളതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതല്ല, പൊതുവെ ഈ എന്താ പറയാ, നമ്മളുടെ ഈ കാടിനടുത്ത് താമസിക്കുന്ന സ്ഥലങ്ങള്, അല്ലെങ്കിൽ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഈ കഞ്ചാവും മദ്യവും മയക്കുമരുന്നൊക്കെ ധാരാളം ഒളിപ്പിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയുള്ള സ്ഥലങ്ങളാണ് ഈ നഗരങ്ങളെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. അപ്പം അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഈ കഞ്ചാവൊക്കെ കഴിച്ച് ഒരു ക്രൂരകൃത്യം ചെയ്യുന്ന, ഇതിന്റെ പ്രത്യേകത, കഞ്ചാവ് കഴിക്കുമ്പോ വ്യക്തികൾക്ക്, കൂടുതൽ പേർക്കും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ആക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം പോയിന്റിൽ നമ്മൾക്ക് എത്തിപ്പെടാനായിട്ട് ഉള്ള ആഗ്രഹമായിരിക്കും. ഈ പ്രത്യേകം അവർക്ക് യൂഫോറിയ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ മറ്റു റിയാലിറ്റിയിൽ നിന്ന് അവർ മാറി നിൽക്കും. അതിന്റെ എക്സ്ട്രീം പോയിന്റ് ആയിരിക്കും. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവർ ആ ഒരു ലഹരിയിലാണെങ്കിൽ അതിന്റെ എക്സ്ട്രീം പോയിന്റിലായിരിക്കും. ഇപ്പോ ഒരു എന്താ പറയാ, ഒരു ക്രൈം ചെയ്യണമെങ്കിൽ തന്നെ അത് ഏതൊക്കെ രീതിയിൽ ഒരാളെ ഹീനമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് രീതിയിലായിരിക്കും അവരുടെ ഒരു ഓപ്പറേഷൻ, മോഡ് ഓഫ് ഓപ്പറേഷൻ അതായിരിക്കും. ഈ കഞ്ചാവിന്റെ ഒക്കെ ലഹരിയിലാണെങ്കിൽ ക്രൂരമായിട്ടുള്ള മനസ്ഥിതി ഉള്ളവരെ ഒഴിവാക്കി നിർത്തിയിട്ട് സാധാരണക്കാർ പോലും ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാല് അവർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയായാലും, ഇപ്പൊ ഒരു ആഹ്ലാദിക്കുകയാണെങ്കിൽ ആഹ്ലാദത്തിന്റെ അങ്ങേയറ്റം എക്സ്ട്രീം ലെവലിൽ എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കണം. എല്ലാത്തിന്റെ എക്സ്ട്രീം ലെവലായിരിക്കും ഇത്തരം ഈ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുക. ചിലന് ഡ്യൂറേഷൻ കൂടും, ചിലന് ഡ്യൂറേഷൻ കുറയും. അങ്ങനെയാണ്. അപ്പൊ എന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്, ഇത്തരം കാര്യങ്ങളില് വേണ്ടത്ര ശ്രദ്ധ ഇപ്പോഴും നമ്മുടെ ഭരണകൂടങ്ങളും ഒക്കെ പൊളിറ്റീഷ്യൻസും ഒക്കെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊരു ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ കഞ്ചാവും കള്ളൊക്കെ അടിച്ചു നിൽക്കുന്ന വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു ലാഭം കിട്ടുന്ന ഒരു പ്രക്രിയയൊക്കെ മനസ്സിൽ വരികയാണെങ്കിൽ ഒരു 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 ക്രിമിനോളജിയിൽ ഒരു മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഒരു തിയറി ഉണ്ട്. അതായത് നമുക്കിപ്പോ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയേക്കാൾ ഗുണകരമാകുന്ന സന്തോഷം, കൂടുതലായിട്ടുള്ള സന്തോഷം, പണാവാം മറ്റെന്താവാം, സന്തോഷം ഈ ക്രൈം ചെയ്താൽ എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്രൈം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിൽ വരെ ചിന്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകളൊക്കെ കാരണമാകും. റിയാലിറ്റിയിൽ നിന്ന് മാറി ചിന്തിക്കും. നമുക്കൊരു സന്തോഷം കിട്ടും നമ്മൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഒരു പക്ഷെ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം എന്നുള്ള ചിന്തകളും വന്നു കഴിഞ്ഞാൽ ചെയ്യും. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ ജോർജ് ജോസഫ്. താങ്കൾ നേരത്തെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2 കുട്ടികൾ ഉണ്ടായിരുന്നു, 13ഉം 14ഉം വയസ്സ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത്ര ചെറിയ കുട്ടികളല്ല. പക്ഷേ അവർ തുടക്കത്തിൽ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ ഈ കുട്ടികൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട വിറ്റ്നസ് എന്ന രീതിയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതല്ലേ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും കുട്ടികൾ അതിൻ്റെ സത്യം പറയും. അപ്പം അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കോൺട്രഡിക്ഷൻ ആകും. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് ആനയെ പഴിചാരി ഒരു കൊലപാതകം നടത്താമെന്നാണ് ബിനു കണ്ടുപിടിച്ചതെങ്കിൽ അത് വലിയ അതിശയകരമാണ്. നമ്മളാരും ചിന്തിച്ചിട്ടില്ല, സാധാരണക്കാരും ചിന്തിച്ചിട്ടില്ല. കാരണം ആനക്കലി കേരളത്തിൽ കൂടുതലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊലപാതകം ചെയ്ത് ആനയെ പഴിചാരിക്കൊണ്ട് പോകാം എന്ന് നമുക്കങ്ങനെ ആർക്കും ചിന്ത വരുന്നതല്ല. പക്ഷേ ഇയാൾക്ക് അത് ചിന്ത വന്നു എന്നുള്ളതാണ്. അതേസമയത്ത് ഫോറസ്റ്റുകാർ കേരളത്തിലെ മൃഗങ്ങളെല്ലാം റോഡിലിറങ്ങുന്നതുകൊണ്ട് ധാരാളം പേര് കൊല്ലപ്പെടുന്നത് കൊണ്ട് ഫോറസ്റ്റുകാരും ആകെ വിഷമത്തിലാണ്. കോട്ടയം DFO ആ തുടക്കം മുതലേ ഇത് വീണ്ടും അവരുടെ ഏരിയയിൽ ഒരു കൊലപാതകം ആന ചെയ്തു എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അതുങ്ങളെല്ലാം ഓടിപ്പോയി നോക്കിയപ്പോൾ അവർ വ്യത്യസ്തമായ സീനുകളാണ് കാണുന്നത്. അപ്പോൾ അവരത് പോലീസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് പക്ഷേ അത് അവരങ്ങനെ ആദ്യം പറഞ്ഞാൽ പോലും അത് ആരും മുഖവിലേക്ക് എടുക്കില്ല എന്നുള്ളതാണല്ലോ. നാട്ടിൽ ഇത്തരം ആക്രമണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഈ മേഖലയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പരിക്കേറ്റ ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ പറഞ്ഞാൽ അത് ആദ്യം ആരും മുഖവിലേക്കെടുക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വരുമ്പോൾ, മറ്റൊന്ന് ഡോക്ടേഴ്സൊക്കെ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ബലം കൈവരും. തീർച്ചയായിട്ടും അവർക്കത് തന്നെയല്ല, ഫോറസ്റ്റുകാർ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഫോറസ്റ്റുകാരെ ഒന്ന് ശ്ലാഘിച്ച് സംസാരിച്ചു. കാര്യം അതുങ്ങൾ മുഴുവൻ തെറി കേൾക്കുന്നുണ്ടെങ്കിലും 2-3 കാര്യങ്ങൾ അവർ ചെയ്ത് നമ്മൾ അത് പ്രകീർത്തിച്ച് പറഞ്ഞു വെക്കുള്ളൂ. അത് വയനാട്ടിലെ ഒരു CCFും അവിടുത്തെ DFOയും, അതുപോലെ തിരുവനന്തപുരത്തെ പേപ്പാറയിലുള്ള CCFും ഒരു DFOയും, ഇടുക്കി ജില്ലയിലെ അവിടെ തേക്കടിയിലുള്ള ഒരു DFOയും അവിടുത്തെ CCFും, അവർ അവരുടെ ഏരിയയിലെല്ലാം 10-20 കുളങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. കാരണം 6-7 വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. ആനയ്ക്ക് യഥേഷ്ടം അവിടെ വന്ന് ഇറങ്ങി മൃഗങ്ങൾക്ക് വെള്ളം കുടിച്ചു പോകാം, പകുതി ശല്യം കുറയും. അത് തന്നെയല്ല വനത്തിൽ ഇപ്പോൾ അതുങ്ങൾ ചില സീഡ്ലിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചക്ക അങ്ങനെയുള്ള കുരു അവിടെ പാലക്കാടല്ല വയനാട്ടിൽ ഞാൻ അവിടുത്തെ കുട്ടികളെ കൂടെ കൂട്ടി വനത്തിൽ നടാൻ വേണ്ടിയിട്ട് ആ കുരു മണ്ണിൽ പൊതിഞ്ഞ് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായിട്ട്. അത് നമ്മൾ പ്രകീർത്തിച്ചേ പറ്റുള്ളൂ. കാരണം ഈ 3 റേഞ്ചിലും ഈ 3 CCFിൻ്റെ കീഴിൽ ഞാൻ അത് കണ്ടിരിക്കുന്നു. വളരെ വിശദമായിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ആനയ്ക്കും മറ്റു മൃഗങ്ങൾക്കും പകുതി വെള്ളം കൊടുത്താൽ പകുതി അവർ ശമനം ആയി കഴിഞ്ഞു. പിന്നെ തിന്നാനുള്ള സാധനം കാട്ടിലുണ്ടാക്കാനുള്ള ശ്രമം കൂടെ നടക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഏതായാലും ഇത് അവരുടെ തലയിൽ വെക്കുന്ന ഒരു കേസായിരുന്നു. ഏതായാലും ഇതിനകത്ത് ഇപ്പം വരുന്ന വാർത്തകൾ നോക്കിക്കഴിയുമ്പം ഒരു പ്രോബബിളായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു മർഡറിലേക്ക് തന്നെ ആണ്. ആനയെ പഴിചാരിയുള്ള ഒരു മർഡറായിട്ട് മാത്രമേ കണക്കാക്കാൻ ഒക്കുള്ളൂ ഇത്. ഡോക്ടർ PN സന്ദീപ്, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ലഹരിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞൊരു എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില ചിന്തകൾ അതൊക്കെ പറഞ്ഞല്ലോ. ഇതിൽ ശ്വാസം മുട്ടിച്ചതിൻ്റെ ലക്ഷണമുണ്ട് എന്നതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. കഴുത്തിൽ ശക്തിയായി അമർത്തിയിട്ടുണ്ട്, അങ്ങനെ ശ്വാസം മുട്ടിച്ച ലക്ഷണമുണ്ട് എന്ന് പറയുന്നു. ഒരു പക്ഷേ അവർ അപ്പോൾ മരിച്ചിട്ടുണ്ടാകാം, എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ ഒരു സാധ്യത ചോദിക്കുകയാണ് താങ്കളോട്. അതിനുശേഷം ഇയാൾ ഈ പറയുന്ന പോലെ ഒരു എക്സ്ട്രീം ഒരു ലെവലിലേക്ക് എത്തുകയും ഇവരുടെ ശരീരം എറിയുകയും അങ്ങനെയൊക്കെ ചെയ്തതുമാകാം. ഇവർ ജീവനോടെ ആയിരിക്കില്ല ഒരു പക്ഷേ ഇതെല്ലാം നേരിട്ടിട്ടുണ്ടാവുക, അങ്ങനെയും ഉണ്ടാകാം സാധ്യത, അല്ലേ? തീർച്ചയായും അങ്ങനെ സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞുണ്ടാകുന്ന എന്താ പറയാ ചതവുകളും മുറിവുകളും, അതുപോലെ തന്നെ മരിക്കുന്നതിന് മുൻപ് ഉണ്ടാകുന്ന ചതവുകളും മുറിവുകളും
അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ചതവുകളും മുറിവുകളും ഇതൊക്കെ പരിശോധിക്കുമ്പോഴാണ്, നേരത്തെ പറഞ്ഞ പോസ്റ്റ്മോർട്ടം അത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ സമയവും അല്ലെങ്കിൽ ഉണ്ടായ സമയവും അല്ലെങ്കിൽ ആ ഒരു ക്രൂരതയുടെ ഇന്റൻസിറ്റിയും ഒക്കെ നമുക്ക് ഗ്രാഫ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും ഇദ്ദേഹം എന്തായാലും ഇദ്ദേഹം തന്നെയാണ്. ഇതിൽ വേറൊരു സംശയമൊന്നുമില്ല. ഈ മാനിപ്പുലേഷന്റെ കഥകളൊക്കെ വരുമ്പോൾ തന്നെ ഏതൊരു കൊച്ചുകുട്ടിക്കും പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായോ, അല്ലെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലും ലഹരി വസ്തുക്കളുടെ എന്താ പറയാ ഇൻഫ്ലുവൻസിലായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുള്ളൂ. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഷർട്ടിലും അതുപോലെ തന്നെ മറ്റും ഒക്കെ ഈ വിക്ടിമിൻ്റെതായിട്ടുള്ളതോ ഒക്കെ അല്ലെങ്കിൽ മറ്റ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് പറയാം, ഞാൻ ഈ ആനയുടെ അക്രമത്തിൽ നിന്ന് ഈ വ്യക്തിയെ രക്ഷിക്കുമ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതാണ് എന്നുള്ളതൊക്കെ ഇദ്ദേഹത്തിന് ഡിഫൻസ് എടുക്കാം. എങ്കിലും അതൊക്കെ വിട്ട് ആനയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ആണ് നമുക്ക് വലിയൊരു എക്സിസ്റ്റൻസ് ഈ ഫയലിന് നമുക്ക് കിട്ടുക. അതെ, അത് തന്നെയാണ് ശ്രീ ജോർജ് ജോസഫ് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ. ആ തരത്തിലേക്ക് ഒരു ആനയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം വനംവകുപ്പ് പറയുന്നുണ്ട് ആന എത്തിയതിൻ്റെ ലക്ഷണമില്ല എന്ന്. പക്ഷേ ഈ ആക്രമണത്തിൽ അത് അങ്ങനെയല്ല എന്ന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിലൊക്കെ അത് പറയുമ്പോഴും എന്താണ് ഫൈനൽ റിപ്പോർട്ട് എന്നുള്ളത് അറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കണം. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ അത് ആ തരത്തിലേക്ക് തന്നെ, അത് പ്രധാനപ്പെട്ട രീതിയിലേക്ക് തന്നെ നീങ്ങേണ്ടതാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ തന്നെ പോലീസിന് സംശയമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് അതിനു മുമ്പ് തന്നെ DFOയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ അങ്ങനെ ഒരു സംഭവം ആന അവിടെ വന്നിട്ടില്ല എന്നും അവർ പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഒന്നുകൂടെ അത് ക്ലിയറായി, അതൊരു മർഡർ. മാത്രമല്ല ഈ മൊഴിയിലുള്ള വൈരുദ്ധ്യം, അവർ നടന്നു വന്നു എന്ന്, സീത നടന്നു വന്നിട്ടുണ്ടെന്ന് പറയുന്നു. വേറൊരു ഘട്ടത്തിൽ അയാൾ അത് മരിച്ച് കിടക്കുന്നതാണ് പിന്നീട് കണ്ടതെന്ന് പറയുന്നു. എന്നെയും ആക്രമിച്ചു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയുള്ള പരുക്കൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലേക്ക് മൊഴിയിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതും ഈ പോലീസിനെ സംബന്ധിച്ച് അതൊക്കെ ഇതിൻ്റെ കൃത്യമായ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കും. തീർച്ചയായിട്ടും അത് ഉണ്ടാവും. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്, ഡോക്ടർ PN സന്ദീപ് ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്തതിന്.